നമസ്കാരം. നമുക്കൊക്കെ എങ്ങനെ ഒരു 10 കോടി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പല ആൾക്കാർക്കുള്ളൊരു ചോദ്യമാണ്. ഇപ്പോൾ യങ്സ്റ്റേഴ്സിനൊക്കെ ഇപ്പോൾ അവർക്കൊക്കെ ചിലപ്പോൾ കരിയറൊക്കെ തുടങ്ങി 21ാമത്തെ വയസ്സിലായിരിക്കും. അവർക്കൊരു 30 വർഷമൊക്കെ ഈസി ആയിരുന്നു. എന്ന് വെച്ചാൽ 51ാമത്തെ വയസ്സിൽ നമുക്കൊരു 10 കോടി എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഒരു 10,000 രൂപ വെച്ചിട്ട് മാസം ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ഇപ്പോൾ പല യങ്സ്റ്റേഴ്സിനും 21 വയസ്സിലൊക്കെ ശമ്പളം കിട്ടുന്നത് 30,000 രൂപയ്ക്കാണ്. അതിൽ നിന്ന് ഒരു 10,000 രൂപ SIP തുടങ്ങാൻ പറഞ്ഞാൽ ഈസി ആയിട്ട് പറ്റും. അതോടൊപ്പം അവരൊക്കെ നന്നായിട്ട് പണിയെടുക്കുകയാണെങ്കിൽ എല്ലാ വർഷവും ഒരു 10% വെച്ച് കൂട്ടാം. ആദ്യത്തെ വർഷം 10,000 വെച്ച് സേവ് ചെയ്യുക, പിന്നത്തെ 11,000 വെച്ച്, പിന്നെ 12,000 അങ്ങനെ കൂട്ടി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 15 വർഷം എടുക്കും. ഒരു 12% റിട്ടേൺ കിട്ടിയെങ്കിൽ 1 കോടി നമുക്ക് ആക്കിയെടുക്കാനായിട്ട്. ഇനി അടുത്ത 5 വർഷത്തിൽ ഈ 1 കോടി എന്നുള്ളത് 20-21 വർഷമാകുമ്പോഴേക്കും അത് ഏകദേശം 1 കോടി എന്നുള്ളത് 2 കോടിയായിട്ട് വളരും. പിന്നെ അടുത്ത ഒരു 5 വർഷത്തിൽ ഏകദേശം ഈ പറഞ്ഞ അനുപാതത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 2 കോടി എന്നുള്ളത് ഏകദേശം 5 കോടിയായിട്ട് നമുക്ക് നമ്മുടെ ഫണ്ടിനെ വളർത്തിയെടുക്കാനായിട്ട്. കാരണം അപ്പോഴേക്കും കോമ്പൗണ്ട് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അടുത്ത 5 വർഷത്തിൽ ഏകദേശം ഒരു 30 വർഷം ആകുമ്പോഴേക്കും ഈ പറഞ്ഞ 5 കോടി മൊത്തത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അടുത്ത 5 വർഷത്തിൽ 5 കോടി എന്നുള്ളത് 10 കോടിയിലേക്ക് ഉയരും. ഇത് ശരിക്കും പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ പേരിൽ മാത്രം നടക്കുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞ ആൾക്കാർ വിചാരിക്കും ഇതൊട്ടും പ്രാക്ടിക്കൽ അല്ലാത്ത കാര്യമില്ലെന്നാണ്. പക്ഷേ യങ്സ്റ്റേഴ്സിന് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആൾ വയസ്സായിട്ടുള്ള ആളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കാവുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസാണ്. ഇനിയല്ല യങ്സ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ പറഞ്ഞ ഒരു 30 വർഷത്തെ ഒരു ട്രാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10,000 വെച്ച് ഇൻവെസ്റ്റ് ചെയ്യും. അതിൽ സ്റ്റെപ്പായിട്ട് എല്ലാ വർഷവും 10% വെച്ച് കൂട്ടണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈ 10 കോടി എന്ന് പറഞ്ഞ ഒരു ഗോള് ഈസി ആയിട്ട് എത്തിയെടുക്കാൻ പറ്റും.